ശ്രീ PV ശ്രീനിജൻ. സർ, 1962 കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടിയും 1981 HOCക്ക് വേണ്ടിയും എൻ്റെ മണ്ഡലത്തിലെ പുത്തൻകുരിശ് പഞ്ചായത്തിലെ അമ്പലമേടുള്ള പ്രദേശത്ത് സ്ഥലം ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ സാർ, ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പ് കൊണ്ട് അയ്യങ്കുഴി എന്ന് പറയുന്ന പ്രദേശവും അവിടെ താമസിക്കുന്ന 42 വീട്ടുകാരും പലപ്പോഴായിട്ടുള്ള കമ്പനിയുടെ സ്ഥലമേറ്റെടുപ്പ് കൊണ്ട് ഈ 2 കമ്പനിയുടെയും നടുക്കായി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് സാർ. അതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും പലപ്പോഴായിട്ടുള്ള പഠന റിപ്പോർട്ടിൽ തന്നെ അവിടെ വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ജലമലിനീകരണം ഇതെല്ലാം റിപ്പോർട്ടിലുണ്ട്. 40 വർഷമായിട്ട് അവിടുത്തെ ആളുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സാർ. പലപ്പോഴായിട്ട് പല ഗവൺമെൻറ്റിൻ്റെ അടുത്തും കോടതികളുടെ അടുത്തെല്ലാം ഇവർ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും അവസാനം ഇപ്പോൾ കോടതി തന്നെ കർശനമായിട്ടൊരു നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് സാർ. എൻ്റെ ചോദ്യം, ഈ 2 കമ്പനികളുമാണ് ഇതിന് പ്രധാന കാരണക്കാർ. അതുകൊണ്ട് സർക്കാർ ഇത് അവരെ കൊണ്ട് തന്നെ ഈ സ്ഥലം 9 ഏക്കർ സ്ഥലമാണ് സാർ ഉള്ളത്, 42 കുടുംബങ്ങളും. അപ്പോൾ ഈ 2 കമ്പനികളെ കൊണ്ട് തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനായ കുന്നത്നാട് അംഗം ഇവിടെ ഉയർത്തിയത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ, വളരെ കാലം മുമ്പ് നടന്ന ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ കുറേ കാലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഇത് സംബന്ധിച്ചിപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. ആ കേസിൻ്റെ ഉത്തരവിൽ ഹർജിക്കാരുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാമെന്നും അവരെ നിയമാനുസൃതം എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്നും സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ എറണാകുളം ജില്ലാ കളക്ടർക്കും സർക്കാരിന് നിർദ്ദേശം നൽകി. അതിൻ്റെ തുടർച്ചയിൽ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട കക്ഷികൾ നേരിൽ കേൾക്കുകയും ഇക്കാര്യത്തിൽ കേട്ടതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ തന്നെ ചേർന്ന യോഗം വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഈ സ്ഥലത്ത് കഴിയുമോ എന്ന് പരിശോധിച്ചു. അത് പിന്നീട് പ്രായോഗികമായിട്ടില്ല. പൊല്യൂട്ടഡ് പേസ് എന്നതാണ് സാധാരണ ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ കമ്പനികളാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് സർക്കാർ ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ ഹർജിയുടെ തീരുമാനങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞൊരു കോട്ടലക്ഷ്യ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ അവിടുത്തെ മലിനീകരണ സാധ്യതകൾ പഠിക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. ആവശ്യമായ പഠനം നടത്തി ATR സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ സ്ഥലം MLA നേതൃത്വത്തിൽ വിദഗ്ധ സമിതി സ്ഥലപരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് താരതമ്യ പഠനം നടത്തുന്നതിനായി വടവൂട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16, വാർഡ് 7 ജനങ്ങൾ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മലിനീകരണ സാധ്യതയെക്കുറിച്ച് പഠിക്കാനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖാന്തരം അയ്യങ്കുടി പ്രദേശത്ത് മോണിറ്ററിംഗ് പ്രവർത്തനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ഡിസംബർ 28, 29 തീയതികളിലും പിന്നീട് 30/1/2024 മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾ നടത്താനായി ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ പ്രദേശവാസികൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മലിനീകരണ സാധ്യത തെളിയിക്കാനുള്ള മോണിറ്ററിംഗ് നടത്തുവാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡാവിറ്റായി നൽകിയിട്ടുണ്ട്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള BPCL, HOC ഇവരാണ് ഇത് സംബന്ധിച്ച് നിയമാനുസൃത നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ പുതിയ പദ്ധതികൾ നിലവിലില്ലാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കൽ പരിഗണനയില്ലെന്നാണ് BPCL സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. കോടതി നടപടികളുടെ തുടർച്ചയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കുന്നുണ്ട്.